ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് ദിവസമായി ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഒരു 7 മണിയൊക്കെ അപ്പോൾ എണീറ്റപ്പോൾ ഈ മഴക്കോളൊക്കെ ആയിരുന്നു കേട്ടോ, ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചേരം മഴയൊക്കെ നോക്കിയതിനു ശേഷം നേരെ ബ്രഷ് ചെയ്യാനാണ് പോയത്. ബ്രഷൊക്കെ ചെയ്ത് മുഖമൊക്കെ കഴിവൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ വന്ന് ബെഡ്ഷീറ്റ് കുടഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഞാൻ എപ്പോഴും ആദ്യം ചെയ്യുന്ന കാര്യം ഇതാണ് കേട്ടോ, വേറൊന്നുമല്ല. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊന്നും ബെഡ്റൂമിൽ അങ്ങനെ കയറാറില്ല. ഇനി രാത്രി കിടക്കാൻ സമയത്താണ് വരുന്നത്. അപ്പോൾ അതുവരെ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ കുളമായിട്ട് മെസ്സി ആയിട്ട് കിടക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഈ ബെഡ്ഷീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി അങ്ങ് കഴിയും. വർക്കുള്ള സമയങ്ങളിൽ 4 മണി 5 മണിക്കൊക്കെയാണ് നോർമലി നമ്മൾ എണീറ്റ് വർക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ വർക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മണിയാകുമ്പോഴാണ് ഞാൻ എണീക്കാറ്. ഞാൻ വരുന്നുണ്ട് മാത്രം വേണ്ടത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അരുന്നേട്ടൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 1 മണിക്കൂറൊക്കെ മതിയാവും നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട്. അരുന്നേട്ടൻ രാവിലെ നേരത്തെ തന്നെ എണീക്കും കേട്ടോ, ഒരു 6:30 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. എനിക്ക് ഒരു 7 മണി വരെയൊക്കെ ഉറങ്ങുന്നതാണ് ഇഷ്ടം. പക്ഷെ എന്നെ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ എപ്പോൾ എണീറ്റ് വരുന്നു അപ്പം തന്നെയാണ്. പക്ഷെ അങ്ങനെ എന്നെ വിളിക്കത്തൊന്നുമില്ല, ഇടയ്ക്ക് എണീക്കെന്ന് പറഞ്ഞ് വിളിക്കുകയൊന്നുമില്ല. ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കും. പക്ഷെ അരുന്നേട്ടൻ കുറച്ച് നേരത്തെ എണീക്കും, 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. കാരണം രാത്രി നല്ല നേരത്തെ കിടന്നുറങ്ങും കേട്ടോ. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. രാത്രി ഒരുപാട് നേരം ഫോൺ നോക്കിക്കൊണ്ടിരുന്നിട്ട് രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കും. അരുന്നേട്ടൻ രാത്രി നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എണീക്കും. ഇടയ്ക്ക് വിചാരിക്കും ഇതുപോലെ നല്ല ശീലങ്ങളൊക്കെ അരന്തന്നെ കണ്ട് പഠിക്കണം. പക്ഷെ ചില സമയത്ത് നടക്കാറുണ്ട്, ചില സമയത്ത് നടക്കാറില്ല. അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞൊരിച്ചതിന് ശേഷം നേരെ വന്നിടുന്ന ഈ ഒരു ലൈറ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് വീട്ടിൽ തന്നെ. ഇത് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതിലുണ്ട്. അത് മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് ഞാൻ ഇതുപോലെ പോളറോയിഡ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാവിലെ എണീറ്റുടനെ ഈ ഒരു ഫോട്ടോസൊക്കെ കാണാൻ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും ചോക്കോ എണീറ്റ് വന്നിട്ടുണ്ട്. ചോക്കോ ആദ്യമൊക്കെ അരുന്നൻ്റെ കൂടെ ഒരു 6 മണി 6:30 ആകുമ്പോൾ എണീക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മടിച്ചായിപ്പോട്ടെ, എൻ്റെ കൂടെയാണ് എണീക്കുന്നത്. ചില സമയത്ത് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അവൾ വരൂല, വേണോ വേണ്ടേന്ന് ആലോചിച്ച് അങ്ങനെ എൻ്റെ ബെഡിൽ കിടക്കും. ഇന്ന് നല്ലൊരു പീസ്ഫുൾ ആൻഡ് സ്ലോ ആയിട്ടാണ് മോർണിംഗ് പോയത് കേട്ടോ, കാരണം ഇന്ന് പെട്ടെന്നൊന്നും സമയം പോയില്ല, ഒരുപാട് സമയം ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വന്ന് ഈ ഒരു ഷാമ്പറാണ് കത്തിച്ച് വെച്ചത്. ഇത് രാവിലെയും വൈകുന്നേരം എപ്പോഴും കത്തിക്കാറുണ്ട് കേട്ടോ. പണ്ടുതൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ എപ്പോഴും സ്റ്റോക്ക് കാണും. എപ്പോഴും വീക്ക്ലി നമ്മളിത് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും, കാരണം അത്രയ്ക്ക് നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് രാവിലെ വൈകുന്നേരം ഒക്കെ. അങ്ങനെ അവിടുത്തെ പരിപാടികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണ് വന്നത്. പരന്നാണ് ഇന്ന് രാവിലെ ചായ ഇടുന്നത്. രാവിലെ എണീറ്റ് ഉടനെ അരന്തന്റെ ചായ വേണം. അതുകൊണ്ട് തന്നെ ഈ രാവിലെ എണീറ്റുള്ള ചായയുടെ ഡ്യൂട്ടി അരന്തേണ്ടതാണ്. രാവിലെ തന്നെ അരന്തന്റെ ചായ കുടിച്ചതിന് ശേഷം എനിക്കുള്ള എൻ്റെ പങ്ക് ഇതുപോലെ അടച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണികളെല്ലാം തുടങ്ങി. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പൂരിയും കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴാണ് അരുന്നേട്ട പറയുന്നതായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, ഉച്ചയ്ക്ക് അത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. രാവിലെ അരുന്നേൻ്റെ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ കൂടുതൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറായിട്ടുള്ളത്. ഞാൻ വല്ലപ്പോഴും കഴിക്കുള്ളൂ. ഈ ഇഡ്ഡലി സാമ്പാർ അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ഇല്ലെങ്കിൽ ഈ മധുരക്കിഴങ്ങോ അല്ലെങ്കിൽ സ്വീറ്റ് കോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ താല്പര്യമില്ല എനിക്ക്. അച്ഛൻ്റെയും അമ്മയുടെ നിന്നൊക്കെ എനിക്ക് കൂടുതൽ വഴക്കിട്ട് ഈ ഒരു കാര്യത്തിനാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വിളിക്കുമ്പോഴും ഞാൻ പറയും ഞാൻ കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛൻ വഴക്ക് പറയും, രാവിലെ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, വേറെ നീ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ രാവിലെ എണീറ്റുടനെ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക് വഴക്ക് കിട്ടും. ഒരുപാട് നാൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ പൂരി ഉണ്ടാക്കുന്നത്. തന്നെ ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂരി. പിന്നെ പറയും ഒരുപാട് എണ്ണയാണ്, വേണ്ട വെറുതെ ഉണ്ടാക്കണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ചപ്പാത്തിയാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് എണ്ണയല്ലേ ഉള്ളൂ. പിന്നെ എന്തോ എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ രാവിലെ തന്നെ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. നാളെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എന്തായാലും വാങ്ങിക്കാൻ പോകും കേട്ടോ. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഫ്രിഡ്ജിലുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ട് ഒരു കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് എല്ലാം ഫ്രിഡ്ജിൽ ബാലൻസ് ഉണ്ടാകുന്ന കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഇന്ന് രാവിലെ കിഴങ്ങറിന്ന് പേരേ ഉള്ളൂ, പക്ഷേ അതിനകത്ത് ഞാൻ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാരണം ഇനി നാളെ നമ്മൾ ഫ്രഷ് ആയിട്ട് വെക്കുമ്പോൾ ഫ്രിഡ്ജ് ഒഴിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതും അതിൻ്റെ അകത്ത് കിടക്കും, നമ്മൾ വാങ്ങുന്നത് അതിൻ്റെ അകത്ത് കിടക്കും, വെറുതെ വേസ്റ്റായി പോകുമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്.
ഒരു കിഴങ്ങ് വരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് പോയിട്ട് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി അരിഞ്ഞും മരച്ചും എല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒരുമിച്ചാണ് അങ്ങ് കുക്ക് ചെയ്യാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാനിങ്ങനെ ഓരോന്നെടുത്ത് അരിയാറില്ല. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കൂടുതലും ഒന്നേ അമ്മേനെ വിളിച്ച് ചോദിക്കില്ലെങ്കിൽ അതെൻ്റെ അമ്മേനെ വിളിച്ച് ചോദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കിയാണ് കൂടുതൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറുള്ളത്. ചില സമയത്ത് ഞാൻ മറന്നു നോക്കട്ടെ. ഞാൻ എപ്പോഴും ചെയ്യുന്ന ഫുഡായിരിക്കും, പക്ഷേ ചില സമയത്ത് ഞാൻ മറന്നു പോയി, ഇതിൽ ഞാൻ എന്തോ ഇടാൻ മറന്നല്ലോ, ഇതിൽ എന്തോ ചേർക്കണമായിരുന്നല്ലോ എന്നുള്ള കാര്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നത് യൂട്യൂബ് നോക്കിയാണ്. കാരണം യൂട്യൂബിൽ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആ കറി ഉണ്ടാക്കാം എന്നൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ റെഫർ ചെയ്യുന്ന യൂട്യൂബാണ് കേട്ടോ. അങ്ങനെ കറിയെല്ലാം റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ കറി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ക്യാരറ്റും സംഭവങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ കൈയോടെ തന്നെ കിച്ചൺ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്തോട്ടെ. പിന്നെ ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ ഈ ഒരു പാത്രങ്ങളെല്ലാം കഴുകി വെക്കും. അപ്പോൾ ഒരുപാട് പാത്രങ്ങളും ചേരൂല. നമുക്ക് ഈ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബാക്കി പണികളും എല്ലാം കഴിയും. ചോക്കയ്ക്ക് ഇന്ന് രാവിലെ കുറച്ച് ബീൻസും ക്യാരറ്റും പിന്നെ മുട്ട പുഴുങ്ങിയതൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് മാഡം ദാ ഇവിടെ ഇരിക്കുകയാണ്. എപ്പോഴും ഉറക്കമാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ക്ഷീണമാണ്, എപ്പോഴും കിടന്ന് ഉറങ്ങണം. അങ്ങനെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കാനായിട്ട് വന്നിരുന്നു. കാരണം എന്തെങ്കിലും മെസ്സേജൊക്കെ വന്നിട്ടുണ്ടോ, ബ്രൈഡൽ എൻക്വയറീസ് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല കേട്ടോ. അടുക്കളയിൽ നിൽക്കുന്നതുകൊണ്ട് അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഈ ഒരു സ്ക്രഞ്ചി അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. ആര് വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഈ സ്ക്രഞ്ചി എടുത്ത് ഇതുപോലെ മോഷ്ടിക്കും. എൻ്റെ കണ്ണ് തപ്പിയപ്പോൾ അതിനെ പിടിച്ചോണ്ട് പോവുകയാണ്. പിന്നെ ഇത് തരത്തൊന്നുമില്ല. എവിടെയെങ്കിലും ഒന്നീ സോഫയുടെ അടിയിൽ കൊണ്ടിട്ടിരിക്കും, ഇല്ലെങ്കിൽ അതിനെ ഫുള്ള് ചെളിയാക്കിയിട്ട് ഏതെങ്കിലും അത് ഒളിപ്പിച്ച് വെച്ചിരിക്കും. നമ്മൾ കണ്ടുപിടിക്കും വിചാരിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. അന്ന് നെഹു വന്നപ്പോഴും നെഹുവിൻ്റെ തലയിൽ നിന്ന് ഇതുപോലെ സ്ക്രഞ്ചി എടുത്തുകൊണ്ട് ഓടി കേട്ടോ. അപ്പോൾ അവൾക്ക് ഇതുപോലത്തെ സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അവൾക്ക് ഇതുപോലത്തെ ഈ ചപ്പ് ചവറുകളാണ് കൂടുതൽ ഇഷ്ടം. ഈ പ്ലാസ്റ്റിക് ഡപ്പ, കമ്പ്, പിന്നെ തറയിൽ കിടക്കുന്ന സാധനങ്ങൾ, കല്ല്, ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഉണ്ണി എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കിച്ചണിലാണ്ട് കേട്ടില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ചതാണ്. അവൾ കോളേജിൽ നിന്ന് ഐവിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാൽ, തിരുപ്പൂർ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങൾ. അപ്പോൾ 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അവിടെ ചെന്നിട്ടാണ് എന്നെ വീഡിയോ കോൾ ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് മല, ഇതാണ് പുഴ എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഐവിക്ക് പോകുന്നതിന് മുന്നെയാണ് ചിലവ്. പുതിയ ഡ്രസ്സ്, പുതിയ ചെരുപ്പ്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ ചിലവായത്. ഹായ്, എന്റെ ബാഗ്, ശ്രീചാന്റെ ചെരുപ്പ്. അങ്ങനെ ഉണ്ണിയുടെ ഫ്രണ്ട്സിന്റെ മുമ്പേ വെച്ച് ഉണ്ണിയെ നാണം കെടുത്തിക്കൊണ്ടിരുന്നു ഞാൻ. അവൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി തരും. എന്നിട്ട് അവർ സെൽഫി എടുക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ പോസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അവൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പോകുന്നിട്ടാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയും. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കും. എന്നിട്ട് പറയും എനിക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം ഞാൻ വെക്കുന്നതെന്ന് പറയും. അവൾ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞൂടെ, എന്നാൽ ഞാൻ കോളെല്ലാം അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. വീണ്ടും പോസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഒരു 10:45 അപ്പം ഞാനും ചോക്കോടെ റെഡിയായി നമ്മൾ നേരെ അമ്മയുടെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് നല്ല രീതിക്ക് ബോറടിച്ച് ഇവിടെ ഇരുന്നപ്പോൾ ഒറ്റയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും
ചൊക്കടെ നേരെ അമ്മയുടെ വീട്ടിലാണ് ഇപ്പോൾ പോണത്. ഈ ഒരു ലീഷ് കെട്ടാൻ എടുത്തു കഴിഞ്ഞാൽ അപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് എടുത്തു കഴിയുമ്പോൾ അവൾക്കറിയാം നമ്മൾ എവിടെയെങ്കിലും അവളെ കറങ്ങാനായിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇങ്ങനെ കെട്ടാനൊക്കെ ഇരുന്ന് തരും, ഒരു ബഹളമൊന്നുമില്ല. അങ്ങനെ ഞാനും ചൊക്കടെ നേരത്തെ അമ്മയുടെ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ പോണത്. എത്രയും പെട്ടെന്ന് തന്നെ മാഡത്തിന് ഒരു ഷൂസ് ഓർഡർ ചെയ്ത് കൊടുക്കണം. കാരണം എപ്പോഴും ഇതുപോലെ നമ്മൾ നടക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടുത്തെ ചെളിയും വെള്ളവും എല്ലാം അവളുടെ കാലിൻ്റെ ഇടയിലൊക്കെ കയറും. അപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഷൂസ് വാങ്ങിക്കണം. അങ്ങനെ നമ്മുടെ അമ്മയുടെ വീട്ടിലോട്ട് എത്തി. അമ്മ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഒരു നേരം പോലും മിണ്ടാതിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ഒതുക്കി പറക്കി തൂത്തുവാരി ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ ഒരു വിളക്ക് കേട്ടോ, ഇത് ഏകദേശം 25 വർഷം പഴക്കമുള്ളതാണ്. അമ്മയുടെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയാണ്. ഇപ്പോഴും അമ്മ നല്ല അടിപൊളിയായിട്ട് വിളക്ക് തേച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും കേട്ടോ. എനിക്ക് ഈ വിളക്ക് എപ്പോഴും കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പുതിയതുപോലെ അങ്ങനെ തന്നെ നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ അമ്മയുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് താഴ്ന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് ഇതുപോലെയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ നിന്ന് വ്യൂ കാണാനായിട്ട്. അമ്മ തന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മ നൈറ്റ് ഇട്ടേക്കാണ്, അമ്മയെ കാണാൻ കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇങ്ങനെ മുഖം വയ്ക്കല് ചിരി എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നതാണ്. ഉണ്ണി ഒളിപ്പിച്ച് വെച്ചിട്ട് പോയ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലായിടത്തും മോഷ്ടിച്ച് കഴിച്ചിട്ട് ഞാനും ചൊക്കോടെ നേരെ വീട്ടിലോട്ടാണ് വന്നത്. വന്നിട്ട് ഈ ഒരു ബീൻസ് കൊടുത്തോട്ടോ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ബീൻസ്. അത് എന്തുകൊണ്ടാണ് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യമേ ബീൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ബീൻസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് കഴിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കാനാണ് വന്നത്. ഇന്നായിരുന്നിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി എല്ലാ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട്, പിന്നെ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ക്യാബേജ് തോരൻ, പിന്നെ എരിശ്ശേരി ഉണ്ട്, പിന്നെ മീൻ പൊരിച്ചതുണ്ട് കേട്ടോ. മീൻ എനിക്ക് ചൊക്കയ്ക്ക് മാത്രമുണ്ട്. കാരണം അതിൻ്റെ കൊച്ചിലെ തൊട്ട് ഇതുവരെ ഒരു മീനും കഴിച്ചിട്ടില്ല, മീൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ വാങ്ങിക്കണമെങ്കിലും എനിക്കും ചൊക്കയ്ക്കും വേണ്ടി മാത്രമാണ്. സാധാരണ എപ്പോഴും ഞാൻ അമ്മ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ നിന്നാണ് മീൻ എടുക്കാറുള്ളത്. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് മീൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ. ചൊക്ക കഴിക്കുമെങ്കിലും ഒരാളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉണ്ടാക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ അമ്മയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കുമ്പോൾ കൊണ്ട് തരാറുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും തൊട്ട് രാവിലെ തന്നെ മീനെല്ലാം വാങ്ങിച്ചു തന്നിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പിന്നെ അതെല്ലാം മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറും കറികളെല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി. കാരണം ഓൾറെഡി എല്ലാം അരിഞ്ഞ് വെച്ചിരുന്നതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഫുഡെല്ലാം ഉണ്ടാക്കി കിച്ചണെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ വന്ന് തുണി മടക്കാനാണ് വന്നത്. കാരണം കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാനായിട്ട്. ഇനി ഇത് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കൂടി വരും. അപ്പോൾ അപ്പോഴപ്പോഴായിട്ട് തന്നെ നമ്മൾ മടക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും നമുക്ക്. അല്ലെങ്കിൽ ഈ ഒരു കസാരയിൽ നിന്ന് അടുത്ത കസാരയിലോട്ടിടും. അങ്ങനെ തന്നെ ഇങ്ങനെ മാറി മാറി പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ കൈയോടെ തന്നെ തുണികളെല്ലാം അങ്ങ് മടക്കി വെച്ചു. അങ്ങനെ തുണികളെല്ലാം മടക്കി വെച്ച് നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. നമ്മളെപ്പോഴും അളവിനാണ് കേട്ടോ ആഹാരങ്ങൾ ഉണ്ടാക്കാറുള്ളത്. ഇപ്പം ഇന്ന് ഞാൻ എരിശ്ശേരി വെച്ചത് കുറച്ചുകൂടെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ അളവിനാണ് എപ്പോഴും ഫുഡ് വയ്ക്കാറുള്ളത്. ചോറായിരുന്നാലും നമുക്ക് അറിയാമല്ലോ, നമ്മൾ കഴിക്കുന്നത് മാത്രമാണ് വെക്കാറുള്ളത്. കാരണം ഇവിടെ വേറെ ആരും കഴിക്കാനില്ല, എല്ലാം കൊണ്ട് കളയേണ്ടി വരും. അങ്ങനെ ഇതേ എല്ലാം ഉണ്ടാക്കിയിട്ട് നേരെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. എനിക്ക് പിന്നെ ക്യാബേജ് തുറന്നൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പപ്പടം അച്ചാറൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ റെഡി ആയപ്പോഴേക്കും അരന്തണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അരന്തണ്ണന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് നമുക്കൊരു വർക്കുണ്ട് കേട്ടോ, ഒരു ഹെയർ സ്റ്റൈലിംഗ് വർക്കുണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ടാണ് ഞാൻ റെഡി ആവുന്നത്. അങ്ങനെ റെഡിയെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്ലൈൻറ്റിനെ വിളിച്ച് ചോദിച്ചു വരട്ടെ എന്ന്. അപ്പോൾ തൊട്ടടുത്താണ് കേട്ടോ, പൂജപ്പുരയാണ്. പിന്നെ ഹെയർ സ്റ്റൈൽ മാത്രമുണ്ട്, വേറെ അസിസ്റ്റൻ്റിൻ്റെ കാര്യങ്ങളോ ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതേ ഞാൻ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ ചേച്ചി വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കിനി അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നേരെ ക്ലൈൻറ്റ് വീട്ടിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ചേച്ചി അകത്ത് റൂമിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, ഡ്രസ്സ് എന്തോ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെന്ന് നമ്മുടെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈലിംഗ് ക്ലൈൻറ്റ് ഇന്ദുജി ചേച്ചി. എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കേട്ടോ. ചെന്നപ്പോഴാണ് അറിഞ്ഞ ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് കാണാറുണ്ട്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID തപ്പി എടുത്തിട്ട് അതിലാണ് എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഷോക്കായി പോയിട്ട് പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി ആണോ, എന്നെ ഫോൺ വിളിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കാര്യം. അപ്പോൾ എന്തായാലും ഇത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയി. ഇപ്പോൾ ചേച്ചിയുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അതിനാണ് നമ്മൾ ഇന്ന് ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി നല്ല സ്വീറ്ററാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചേച്ചിയുടെ ഡ്രസ്സും കമ്മലൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട്. ഇതായിരുന്നു ചേച്ചിയുടെ ഫൈനൽ ലുക്ക്. നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്, ഒരു ഡോളിനെ പോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഹെയർ വാഷ് ചെയ്യാനായിട്ട് സലൂണിലാണ് കേട്ടോ പോയത്. ഇതിന്റെ തൊട്ടടുത്തായിരുന്നു സലൂൺ. ഞാൻ ഇവിടെ നിന്നാണ് ബൊട്ടോക്സും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബൊട്ടോക്സ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഷാമ്പൂവും കണ്ടീഷണറും ഇതുവരെ വന്നില്ല. അപ്പോൾ ഇവർ തന്നെ എനിക്കൊരു ഷാമ്പൂ കണ്ടീഷണർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സൾഫേറ്റും പാരബൻ ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാവും, ഇല്ലെങ്കിൽ
അല്ലെങ്കിൽ മുടി അത്രയും ഡാമേജ് ആവും. അപ്പോൾ എനിക്ക് നാളെ 2 വർക്കും ഉണ്ട് കേട്ടോ. എൻ്റെ ഓയിലി ആവാൻ തുടങ്ങി സ്കാൽപ്പൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ചെയ്യാനായിട്ട് വന്നത്. ഒരുപാട് പേര് ബൊട്ടോക്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നെക്സ്റ്റ് മന്ത് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇതുവരെ എനിക്ക് മുടി കൊഴിച്ചലോ അങ്ങനെ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. കാരണം നമുക്ക് ഡ്രസ്സ് ഇട്ടാലും ഹെയർ കെട്ടാനൊന്നും ഒരുപാട് ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കോതിയിട്ട് അങ്ങ് പോയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനത്തെ ഹെയർ വാഷും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഹെയർ വാഷ് എല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ചുമ്മാ സോഫയിൽ കിടന്ന് ഫോൺ നോക്കിക്കൊണ്ട് കിടന്നതാണ് കേട്ടോ. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങിപ്പോയി. അങ്ങനെ കുറേ നേരം നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങിയിട്ടാണ് എണീറ്റ് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പം ഞാനും അറിഞ്ഞിട്ട് അമ്മയും കൂടെയാണ് കേട്ടോ പോകുന്നത്. അമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിന്റെ മോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് നമ്മൾ ഇന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കുർത്തയാണ് കേട്ടോ. ഇത് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. കോട്ടൻ്റെ ആയിരുന്നോണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടാനായിട്ട്. പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞു മേക്കപ്പ് ചെയ്യും. ആദ്യം തന്നെ ഞാനൊരു ലിപ് ബാം ഇട്ടു. അതിനുശേഷം കളർ കറക്റ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷൻസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കളർ കറക്റ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ്പാക്ട് ഇട്ടിട്ട് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കോമ്പാക്ട് ഇട്ടിട്ട് അടുത്ത് നമ്മൾ ഐബ്രോസ് ആണ് ചെയ്യുന്നത്. ഒരിക്കലും ബ്ലാക്ക് പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഐബ്രോസ് ചെയ്യില്ല. ഒന്ന് ബ്രൗണോ ആഷോ ലൈറ്റ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുക. ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നും. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഐ ഷാഡോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഐലൈനറാണ് ഇത് ഡാസ്ലറിന്റെ ആണ് കേട്ടോ. അപ്പം ഞാൻ മുകളിൽ മാത്രമേ എഴുതാറുള്ളൂ, താഴെ ലൈനർ എഴുതാറില്ല. എന്നിട്ട് നല്ലോണം മസ്കാര ഇട്ട്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ മസ്കാര. ഐലൈനർ എഴുതിയില്ലെങ്കിലും മസ്കാര മാത്രം ഇട്ടാലും നല്ല രസമാണ് കേട്ടോ കണ്ണ് കാണാനായിട്ട്. അപ്പം ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ്റെ അമ്മ വന്നു. അങ്ങനെ അമ്മയ്ക്കും കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തു. സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. കാരണം കല്യാണത്തിന് മുന്നേ അമ്മ സമ്മതിക്കൂലായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഒട്ടും സമ്മതിക്കൂലായിരുന്നു മേക്കപ്പ് ചെയ്യാനായിട്ട്. ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ പറയും ഫുള്ള് മായ്ച്ച് കള കൊള്ളൂല എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടൻ്റെ അമ്മ നേരെ ഓപ്പോസിറ്റ് ആണ്. കല്യാണം കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ പോകാനായിട്ട് റെഡി ആവില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയും കുറച്ചുകൂടെ കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്ത്, കുറച്ചുകൂടെ ലിപ്സ്റ്റിക് ഇട്, കണ്ണ് കുറച്ചുകൂടെ വലുതാക്കി എഴുത്, നല്ല ഒരുങ്ങി നടക്കുന്നൊക്കെ എപ്പോഴും പറയും കേട്ടോ. ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു കേട്ടോ. 2020 അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. എനിക്കങ്ങനെ പെട്ടെന്ന് കല്യാണം കഴിച്ചു അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ. കാരണം അരന്തന്നെ എനിക്ക് ഒരുപാട് വർഷം കൊണ്ട് അറിയാം, അരന്തൻ്റെ അമ്മേനെ ഒരുപാട് വർഷം കൊണ്ട് അറിയാം. പിന്നെ അപർണയും ഞാൻ സെയിം ഏജ് ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴും വലിയ അങ്ങനെ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡിഗ്രി ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ മേക്കപ്പിൻ്റെ ക്ലാസ്സിനായിട്ട് പോയത്. ഞാൻ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ വീട്ടുകാർ മേക്കപ്പിന് വിടൂലായിരുന്നു. കാരണം നമ്മുടെ വീട്ടിലൊക്കെ മേക്കപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സൈഡായിട്ടല്ലേ അവർ കരുതുള്ളൂ. അവരൊരിക്കലും ഒരു പ്രൊഫഷനായിട്ട് എടുക്കൂലല്ലോ. അങ്ങനെ ഡിഗ്രി എല്ലാം പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മേക്കപ്പ് പഠിച്ചാൽ കൊള്ളാമെന്നുള്ളത്. കാരണം അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറേ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറിഞ്ഞു അറിയാം എനിക്കത് ഭയങ്കര പാഷനാണെന്നുള്ള കാര്യം. അപ്പോൾ എന്നോട് ചോദിച്ചു നീ എവിടെയെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ചെന്നൈയിലുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഇത്ര രൂപ ആവും എന്നൊക്കെയാണ് അവർ പറഞ്ഞതെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ. പറഞ്ഞിട്ട് നീ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുക, എന്തായാലും പഠിക്കണല്ലേ, നല്ല സ്ഥലത്ത് പോയി പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ ചെന്നൈയിലോട്ട് പോയി അവിടുത്തെ 2 മാസത്തെ മേക്കപ്പ് കോഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ട് നേരെ തിരിച്ചു വന്നു. സത്യം പറഞ്ഞാൽ അന്ന് പഠിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്കൊരു ജോബ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എനിക്ക് പറ്റുന്നത്. ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പോകണമെന്ന് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു നെഗറ്റീവ് പോലും പറയാതെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചെയ്യേണ്ട അമ്മയാണ് കേട്ടോ. കഥ പറഞ്ഞു വന്നപ്പോൾ നമ്മൾ ഏതൊക്കെയോ വഴിയിലൂടെ പോയി പകുതി മേക്കപ്പ് സ്റ്റെപ്പ് ഇപ്പോഴും അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനുശേഷം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നേരെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട്ടിലോട്ടാണ് പോയത്. 7 മണിക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് നേരത്തെയാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നവരെ ഇരുന്നില്ല. നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞുവാവേനെയൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത്. എനിക്ക് നാളെ വർക്കും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ കിടന്നുറങ്ങണം. അപ്പോൾ നേരത്തെ വീട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ടാണ് വന്നത്. അങ്ങനെ വീട്ടിലോട്ടൊന്ന് കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്തു. പിന്നെ ഡ്രസ്സൊക്കെ മാറി മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്തൊന്ന് ഫ്രഷ് ആയി. അപർണയും ഗോപികയും വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഒരുപാട് ദിവസം അവർ വന്നിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യത്തെ ആളെത്തി കേട്ടോ. അപ്പോൾ അപർണേനെ ഒരുപാട് ദിവസം ചോക്ക് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരുപാട് ദിവസം കാണാതിരിക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്നേഹപ്രകടനമാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം കാണാത്തതുകൊണ്ട് തന്നെ അവളെ നിൽക്കാനോ അല്ല ഹെൽമെറ്റ് ഊരാൻ പോലും സമ്മതിച്ചില്ല കേട്ടോ. അകത്ത് കയറാനും സമ്മതിച്ചില്ല. ഉടനെ അവളെ ദേഹത്ത് ചാടി കയറി അവൾക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ വാലാട്ടിക്കൊണ്ടിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗോപികയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളെയും സ്നേഹിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് ദിവസത്തെ കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം സംസാരിച്ചതിന് ശേഷം അവരും പോയി. കാരണം അവർക്ക് നാളെ ജോലിക്കൊക്കെ പോകണം. അത് കഴിഞ്ഞിട്ട് ഞാനും ചോക്കയും മാത്രമായിട്ട്. അപ്പോൾ ചോക്കത്തെ വിഷമിച്ചിരിക്കുകയാണ് ഇവിടെ, അവരെല്ലാം പോയതുകൊണ്ട്.
10-15 മിനിറ്റ് കഴിഞ്ഞ് പരന്നണ്ട് വന്ന് കുറച്ച് ലേറ്റ് ആയിട്ട്. അപ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ലേറ്റ് ആവും എന്നുള്ള കാര്യം. അപ്പോൾ വന്നുടനെ ബാഗ് വെച്ചിട്ട് കണക്കെന്തോ എഴുതുകയാണ് കേട്ടോ. ഇത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പെൻസുകൾ എല്ലാ മാസവും വരുന്ന ഒരു എക്സ്പെൻസ് എഴുതി വെക്കും കേട്ടോ. അതൊരു ഏകദേശം 2 വർഷം കൊണ്ട് ഞാൻ ഫോളോ ചെയ്യണതാണ്. ഇപ്പോൾ പരന്നിട്ട് പെട്ടെന്ന് എന്നോട് ചോദിക്കണത് ഇത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനത് പറയും കേട്ടോ. ഇപ്പോൾ 1 രൂപയാണെങ്കിൽ പോലും ഞാൻ എഴുതി വെക്കും. ഞാൻ കൂടുതലും GPay ആണ് എല്ലാത്തിലും ചെയ്യാറുള്ളത്. അതാകുമ്പോൾ നമുക്ക് ആ ട്രാൻസാക്ഷൻ മനസ്സിലാവുമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസയാണ് പോയിട്ടുള്ളതെന്നുള്ളത്. എന്നിട്ട് ഇപ്പം എന്നോട് ചോദിക്കണമെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കണക്കുകളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കും അരതായിട്ട് എന്തൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പകുതി കാര്യങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കും, പകുതി കാര്യങ്ങൾ ഓർമ്മ കാണൂല. അതുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചാണ് കേട്ടോ. 2 ദിവസം എഴുതിയോളൂ, 3-ാമത്തെ ദിവസം മറന്നുപോയി. കണക്കുകാരൻ അരവിന്ദ് നന്നാവാൻ തീരുമാനിച്ചു. എന്നിട്ട് വന്നു പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ചോക്കരോടെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചോക്കയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം. ഇപ്പം നമ്മൾ വെളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അവളെങ്ങനെ മൈൻഡ് ചെയ്യണം. നമുക്ക് ഒരുപാട് അറ്റൻഷനൊക്കെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് വിഷമം വരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആര് വെളിയിൽ പോയിട്ട് വന്നാലും കുറേ നേരം അവളെ ഇതുപോലെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആവാനായിട്ട് പോയപ്പോൾ എനിക്കും ചോക്കയ്ക്ക് നല്ല രീതിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ റൂമിലോട്ട് കയറി ഒന്ന് ഉറങ്ങാനായിട്ട്. നമ്മുടെ കൂടെ തന്നെയാണ് ചോക്ക കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ അങ്ങനെ ബെഡിൽ മുള്ള അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതെല്ലാം വെളിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ വെളിയിൽ കൊണ്ടുപോകും. അപ്പോൾ അതൊക്കെ അറിയാം ഇങ്ങനെ നമ്മൾ ഇതിനാണ് കൊണ്ടുപോകുന്നതെന്ന്. പിന്നെ അവിടെ തന്നെ മുള്ളിയിട്ട് നമ്മൾ അകത്ത് വന്ന് കിടക്കും. ഇനി രാവിലെ എണീക്കുമല്ലോ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ എണീറ്റ് ബഹളം ഉണ്ടാക്കുക, അങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തുക, അങ്ങനെ ഒന്നുമില്ല. ഇനി കറക്റ്റ് രാവിലെ ഒരു 7 മണി അല്ലെങ്കിൽ 6 മണിയാകുമ്പോഴേ എണീക്കുള്ളൂ മാഡം. അപ്പം നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഒരുപാട് പേര് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കുറച്ച് ലെങ്ത് ആയിട്ട് ഇട്ടത്. എനിക്ക് നിങ്ങൾക്ക് ബോറടിച്ചോ എന്നുള്ള കാര്യം അറിഞ്ഞൂടെ. അപ്പോൾ എന്തായാലും കമൻസിൽ അറിയിക്കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. എല്ലാവരെയും പോലെ ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും കേട്ടോ. ചില സമയത്ത് ഒന്നും ചെയ്യാണ്ട് ഞാൻ ചുമ്മാ ലേസി ആയിട്ടിരിക്കും, ചില സമയത്ത് ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിരിക്കും, ചില സമയത്ത് വർക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ ഇന്ന് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ. വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നോർമൽ ഡേ ആയിരുന്നു. ഇനി ഇതുപോലത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ്സ് ഇടുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം. നിങ്ങൾ കമൻറ്റ്സ് ഇടുമ്പോഴാണ് എനിക്ക് അടുത്ത വീഡിയോസും ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.